മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ചതാരാണ്? മോസ്ലിയാണ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ചത്. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയെ ആണ് മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. സമാന ഗുണമുള്ള മൂലകങ്ങളെ 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായി, അതായത് ഇവയെ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് പറയും, ഇങ്ങനെ തരംതിരിച്ചതാരാണ്? ഡൊബറൈനർ ആണ് സമാന ഗുണമുള്ള മൂലകങ്ങളെ 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായി അഥവാ ത്രികങ്ങൾ, ട്രയാഡ്സ് എന്ന് തരംതിരിച്ചത്. മൂലകങ്ങളെ അഷ്ടക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചതാരാണ്? ജോൺ ന്യൂലാൻഡ്സ് ആണ് മൂലകങ്ങളെ അഷ്ടക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെൻഡലിയേവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഉപകരണം ഊർജ പരിവർത്തനം. ജനറേറ്ററിലും ഡൈനാമോയിലും യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഫാനിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. യൂണിറ്റുകൾ. ദൂരം, സ്ഥാനാന്തരം എന്നിവയുടെ യൂണിറ്റ് മീറ്റർ ആണ്. പ്രവേഗം, വേഗത എന്നിവയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് സ്ക്വയർ ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്.